വെൽക്കം ടു അമിയാസ് കിച്ചൻ. എല്ലാവർക്കും സുഖമായിരുന്നു. ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടി കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു സിമ്പിൾ അപ്പത്തിൻ്റെ റെസിപ്പി പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. അപ്പോൾ ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ഞാനൊരു ചെറിയ സബോള നന്നായിട്ട് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്കിതിലേക്ക് ഒരു ഉരുളൻകിഴങ്ങ് ഗ്രേറ്റ് ചെയ്തതും ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റാണ്. ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 4 അല്ലി വെളുത്തുള്ളി നന്നായിട്ട് അടിച്ചെടുത്തതാണ്. അപ്പോൾ അതും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്കിതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് ഒരു എഗ്ഗും കൂടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തുകഴിഞ്ഞിട്ട് ഈ സബോളയും ക്യാരറ്റിലൊക്കെ ഈ എഗ്ഗ് നന്നായിട്ട് അതിനൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു 1/4 കപ്പ് അരിപ്പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടിത് കൈകൊണ്ടൊന്ന് കുഴച്ച് കഴിഞ്ഞിട്ട് ഈ മസാലകളെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആവുന്ന വിധത്തിൽ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. ഈ രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഞാനിത് കൈകൊണ്ട് അത്യാവശ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ മസാലകളെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചും കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് മൊത്തം ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ഈ ഒരു തിക്നെസ്സിൽ എടുത്താൽ മതി, അധികം ലൂസ് ആവണ്ട. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് തയ്യാറാക്കിയെടുക്കാം. ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് അല്ലെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. നെയ്യ് എല്ലാ ഭാഗത്തൊന്നും ആക്കിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കുന്ന ബാറ്റർ കുറച്ച് കുറച്ചായിട്ട് ഈ രീതിയിൽ ചെറിയ അപ്പം പോലെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതേപോലെ കുഞ്ഞു കുഞ്ഞു അപ്പമായിട്ട് തയ്യാറാക്കിയെടുക്കണമെങ്കിൽ കാണാനും നല്ല ഭംഗിയായിരിക്കുള്ളൂ. കുട്ടികൾക്കാണെങ്കിലും നല്ല ഇഷ്ടമാവും. പിന്നെ പെട്ടെന്ന് തന്നെ വെന്തും കിട്ടും. പിന്നെ ഇത് കുക്ക് ചെയ്യുന്ന സമയത്ത് അടച്ചു മൂടിയൊന്നും വെക്കേണ്ട, തുറന്ന് വെച്ച് തന്നെ കുക്ക് ചെയ്തെടുത്താൽ മതി. മറ്റേ സൈഡ് ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നാൽ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഈ സൈഡും നന്നായിട്ട് തന്നെ ഒന്ന് കളർ മാറി വരണം. 2 സൈഡും ചെറുതായിട്ടൊരു ബ്രൗൺ കളർ ആയാൽ നമുക്കിത് മാറ്റി കൊടുക്കാം. ഇത് കുക്കായിട്ടുണ്ട്, ഇത്രയും മതി. ഇനി നമുക്കിത് മാറ്റി കൊടുക്കാം. ഈ രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതെല്ലാം കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ അപ്പെല്ലാം കുക്ക് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് പൊടി കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അപ്പമാണ്. ചട്നിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പറ്റുകയാണെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്